ആ സാധനം ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഞാൻ വരുമ്പോൾ കൊണ്ടുവരും. അത് നമുക്ക് വാങ്ങണ്ട, അത് ഞാൻ വാങ്ങിക്കോളും. ഞാൻ ചോദിച്ചതാ, അതെന്തായാലും ഉണ്ടാവുമല്ലോ. അല്ല അതെന്തായാലും വേണ്ടി വരുമല്ലോ. അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം ഞാൻ ഒപ്പിച്ചോളും. അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അടിക്കുവോ? പഠിക്കാനോ? അടിക്കുവോന്ന്? പണ്ടത്തെ ഒരു പ്രാവശ്യമല്ല ഞാൻ ചോദിച്ചേ, ഇനി അടിക്കുവോന്നാ ചോദിച്ചേ. ഇപ്പൊ ഇത്രയും ചെയ്ത് പിന്നെ ഇനി അടിക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. അപ്പൊ കുഴപ്പമില്ല. അല്ല ഇപ്പൊ ഞാനിപ്പോ ഇത് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളേ. ഇപ്പം വരുന്നവര് അവര് കപ്പിൾസ് ആണ്, അവര് അടിക്കുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവര് അടിക്കുമെങ്കിൽ നമ്മളും അടിക്കേണ്ടി വരും. അങ്ങനെയല്ല അവരടിക്കില്ലെങ്കിൽ നമ്മളും അതേപോലെ നിൽക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയട്ടെ. ശരി. എനിക്ക് 35 വയസ്സുണ്ട് എന്ന് കരുതിയിട്ട് നീ ഫുള്ളായിട്ട് എന്നെ ഒരു വയസ്സത്തീനെ പോലെ കാണണ്ട. കാണുമ്പോ എന്നെ അങ്ങനെ തോന്നില്ലല്ലോ. പിന്നെ എന്തിനും ഇങ്ങനെ അടിക്കുവോ താരി കൊടുക്കുവോ ഇങ്ങനെ ചോദിക്കുന്നു? വിഷമായോ എനിക്ക്? ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. കുറച്ച് വിഷമായി, അറിയില്ല. മാറ്റി തന്നാട് പോകുമ്പോ അല്ല, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മാറ്റിത്തരാം. മതി. ഈ ഒരു പോക്ക് എനിക്കൊരിക്കലും ജീവിതത്തിലൊന്നും മറക്കാൻ പറ്റാത്ത അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു പോക്കായിരിക്കണം. അതെല്ലാം നമുക്ക് സെറ്റാക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ 2 കപ്പിൾസേ ഉണ്ടാവും അതോ എങ്ങനെയാ? 2 കപ്പിൾസേ ഉണ്ടാവുമെന്നു? ഒരു കപ്പിൾസും ചിലപ്പോ ഒരു കപ്പിൾസ് ആയിരിക്കും, അല്ലെ പിന്നെ ഏതെങ്കിലും ഒരാള് മാത്രമായിരിക്കും, അല്ലെ പിന്നെ 2 മാത്രമായിരിക്കും. അപ്പൊ നമ്മളവിടെ നിൽക്കുന്നത് എങ്ങനെയാ? വീട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയുന്ന ആരുമില്ല, ഞാനും ഫസ്റ്റ് ടൈമാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റക്കായോണ്ട് ഇങ്ങനത്തെ ഒന്നും എടുക്കില്ലേ. ഇപ്പോ അതിനുള്ള ഒരിത് നിങ്ങളുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിങ്ങനെ എടുത്തതാ. മിക്കവാറും അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും റിസോർട്ടോ വില്ലയോ എന്തേലും ഉണ്ടാവും. നമ്മളന്ന് അങ്ങനെയുള്ള ഏതോ ഒരു സ്ഥലത്താണ് നിന്നത്. പക്ഷെ അത് ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വലിയൊരു 2 പട്ടികളുള്ളത് ഓർമ്മയുണ്ട്. ഒരു വീട് പോലത്തെ ഒരു നല്ല രസമുള്ള ഒരു സ്ഥലം, ശരിക്കും ഒരു വീട് തന്നെ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ എൻ്റെ അടുത്ത് ഈ പറഞ്ഞതിൽ 2 ടൈപ്പ് ആൾക്കാരും ഉണ്ട്. കപ്പിൾസും ഉണ്ട്, മറ്റവരും ഉണ്ട്. അപ്പോ എങ്ങനെയാന്ന് അറിയില്ല. എങ്ങനെയാണെങ്കിലും രണ്ടും അത്യാവശ്യം കുറച്ച് ക്യാഷ് ഉള്ള ടീംസാ. അപ്പോ അവിടെയുള്ള ഒരു എക്സ്പെൻസും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം അവരെടുത്തോളും. അങ്ങനെയാണോ? അപ്പൊ അവരാണല്ലോ എടുക്കുന്നത്. അപ്പൊ നമ്മളതില് ഞാൻ പക്ഷേ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ അടുത്ത്. ഏട്ടൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞ പൈസ തരാം. അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ചെലവ് വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല പൈസ കുഴപ്പമില്ല, കാരണം അവിടുത്തെ എക്സ്പെൻസേ എടുക്കുള്ളൂ. അതായത് നമ്മളെ ഫുഡ്, ഇപ്പോ നമ്മൾ അവരൊപ്പരം ഉള്ളപ്പോൾ ഉള്ള ഫുഡ്, ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം എടുക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം, എനിക്ക് ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ പൈസ എടുക്കണം. അതിന് അവരെടുക്കില്ല. അപ്പൊ നമ്മള് രണ്ടാളും മാത്രം പുറത്തു പോവാ? നമ്മൾ 2 മാത്രമാണെങ്കിൽ അങ്ങനെയും പുറത്തു പോവാം. എങ്ങനെയാണേലും കുഴപ്പമില്ല. ഫ്രീ കിട്ടുന്ന സമയം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഫ്രീ കിട്ടുന്ന ടൈം ആണെങ്കിൽ എന്തായാലും നമുക്ക് പോവാം. അവിടെ പിന്നെ ഈ ഒരു എന്താ പറയാ, ഷോർട്സ് എല്ലാം ഇട്ടിട്ടുള്ളതാണെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോ അവിടെ ഏജ് ഒന്നും അങ്ങനെയൊന്നും ആരും നോക്കത്തില്ല, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അല്ലെങ്കിൽ ഏജിന് എന്താണ് ഒരു കുഴപ്പം? എന്താ മനസ്സിലായില്ല? അല്ലെങ്കിൽ എന്റെ ഏജിന് എന്താ ഒരു കുഴപ്പം? അല്ല, നിങ്ങളെ ഏജിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയില്ല, 35 വയസ്സുള്ള ആൾക്കാർക്കാണ് കുറച്ച് എന്താ പറയാ ആൾക്കാർ കൂടുതൽ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. നിങ്ങളെ ഏജ് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചുമ്മാ പറഞ്ഞു. പിന്നെ വേറെന്തോ ഒരു കാര്യമുണ്ടല്ലോ. വേറെന്തോ പിന്നെ നല്ല ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, ഇത് 2 മസ്റ്റാണ്, കരുതി വെച്ചു.
നമ്മള് ഷോപ്പിങ്ങിന് പോവല്ലോ, അപ്പൊ വാങ്ങിക്കാം. ഷോപ്പിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ ഓർമ്മിച്ചോ, ഇത് രണ്ടും. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാ ചെരുപ്പ്, നല്ല ചെരുപ്പ്. ഈ പുറത്തിടുന്നത് മാത്രാണോ വേണ്ടു? അല്ല, ഞാനത് മറന്നുപോയി കേട്ടോ പറയാൻ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, അതും കൂടി വേണം. ഞാനിങ്ങനെ ആലോചിക്കുന്നതിന് എന്തുകൊണ്ടാ പറയാത്തേന്ന് ആലോചിച്ചാൽ മാത്രം പോരാലോ. എന്നെ ഓർമ്മപ്പെടുത്ത്, എല്ലാ കാര്യവും എനിക്ക് ഒറ്റക്ക് ഓർമ്മിക്കാൻ പറ്റൂലല്ലോ. ഇതൊന്നും ഓർത്തില്ലേ പിന്നെന്താ ഓർക്കുക? ഓർക്കാൻ വേറെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം. അല്ല, അത് ഞാനല്ല ചെയ്യേണ്ടത്, നിങ്ങളും ഞാനും അല്ല, മറ്റേ പുള്ളിക്കാരനാണ്. എനിക്ക് പിന്നെ രണ്ടും ഉണ്ടാവും. അല്ല, അപ്പൊ നമ്മള് തമ്മില് അതും ഉണ്ടാവും, പുള്ളിക്കാരനായിട്ടുള്ള ഉണ്ടാവും. നമ്മള് തമ്മിലൊന്നും ഇല്ലാന്ന് പറയില്ല, അപ്പൊ എന്തോ ഒരു വിഷമാവുന്നത് പോലെ. വിഷമമൊന്നും ആവണ്ട, ചേച്ചിക്ക് കിട്ടേണ്ടത് ചേച്ചിക്ക് കിട്ടും. എനിക്ക് പുള്ളിക്കാരത്തിയുണ്ട്. അപ്പൊ അതും കൂടി ഷോപ്പിങ്ങിന് പോകുമ്പോ വാങ്ങിക്കാൻ തോന്നല്ലേ? അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ അതിന് വരാനുള്ള ടൈം ഉണ്ടാവോ? വരാനുള്ള സമയം ഉണ്ടാവുമായിരിക്കും. ഞാനിപ്പോഴും ഞാൻ പറയുന്നില്ലേ, എനിക്ക് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തീരുമാനിക്കട്ടെ ഏതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ആ സമയം എല്ലാം കണക്ക് കൂട്ടണം. പെട്ടെന്ന് തന്നെ വേണ്ടി വരില്ല അല്ലേ? ഒരു ഡേറ്റ് പുള്ളിക്കാരനോട് പറഞ്ഞതുണ്ട്. അത് ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഞാനൊരു ഡേറ്റ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, അത് മാത്രല്ല ഞാൻ ബസ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞെന്നും പറഞ്ഞു. ഇനി എനിക്ക് ഈ ഡേറ്റിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. കാരണം എനിക്ക് അമ്മേനെ ഏച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പം എനിക്ക് വേറെ എവിടേക്കും പോകാൻ പറ്റൂല. ഇനി അഥവാ നീ വന്നില്ലേ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. ഇല്ല, അത് സെറ്റാക്കാം, അതൊന്നും സീനില്ല. അത് മതി. പിന്നെന്താ കാര്യം പറ. നീ എന്താ ചെയ്യുന്ന അവിടുന്ന്? ഞാനൊന്നും ചെയ്യുന്നില്ല, പറഞ്ഞു. അല്ല, എന്തോ നല്ല സൗണ്ട് കേൾക്കുന്നു. ഒന്നുമില്ല. പിന്നെന്താ? പിന്നെന്തെങ്കിലും പറ. പിന്നെന്താ, സുഖല്ലേ? സുഖം തന്നെ. 2-3 ദിവസമായിട്ട് നിന്നെ കാണാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അതേ ഉള്ളൂ പ്രശ്നം. അതിപ്പോ കാണാലോ. നമ്മള് കാണല് മാത്രല്ലല്ലോ, 5 ദിവസം ഒരുമിച്ച. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. മറ്റേ സാധനം ഇല്ലേ നീ എനിക്ക് വാങ്ങിച്ചന്നെ, അതെടുക്കണ വരുമ്പോ? കയ്യിൽ വെച്ചോ, ആവശ്യം വരുമല്ലോ. അതൊക്കെ ആവശ്യം വരുമോ? ആവശ്യം വരും. അയ്യോ, എങ്ങനെയാ ഉണ്ടാവുക? ഇത്രയും പെട്ടെന്നൊന്ന് പോയാ മതിയായിരുന്നു. ചെറുക്കി കൂട്ടല്ലേ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലോ കേട്ടാ. ഇതേപോലെ ഒന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തെരുവിളി കിടക്കേണ്ടി വരില്ലേ? ഞാൻ നടത്തുമല്ലോ. നടത്തിയാ നിങ്ങൾക്ക് കൊള്ളാം. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞതാ, പറയാൻ പാടില്ലേ. ഹലോ, പോയോ? ഇവിടെ തന്നെ ഉണ്ട്. വല്ലതും സംസാരിക്കേ. ഞാനൊരു കാര്യം പറയട്ടെ? എത്ര കാര്യം വേണേലും പറഞ്ഞു. എനിക്കൊരാഗ്രഹമുണ്ട്. പറ. എനിക്ക് ഈ പൂൾ ഡ്രസ് ഇട്ടിട്ട് പൂളിലൊന്ന് കുളിക്കണം. എങ്ങനെ, മനസ്സിലായില്ല? ഈ പൂൾ ഡ്രസ് ഉണ്ടല്ലോ, അതിട്ടിട്ട് പൂളിൽ നിന്നൊന്ന് കുളിക്കണം. പറ്റുമോ? പിന്നെന്താ പറ്റാണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യവും നടക്കും. ഒന്നുമില്ല നടക്കാത്തതായിട്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുറേ വീഡിയോസിലെല്ലാം അങ്ങനെ കണ്ടിട്ടേ ചെയ്യുന്നു. പക്ഷേ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അത് അടിപൊളിയായിരിക്കും. ഒന്നിച്ച് നീയും.